ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ രേവതിക്ക് നാട്ടുകാരും പാർട്ടിക്കാരും എല്ലാം ചേർന്ന് നല്ല ഗംഭീര സ്വീകരണം കൊടുക്കുവാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ രേവതിയുടെ ധൈര്യത്തെയും രേവതിയുടെ സാമർത്ഥ്യത്തെയും ഭർത്താവിനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും ഭർത്താവിൻ്റെ സത്യസന്ധത തെളിയിക്കാൻ ഏതറ്റം വരെ പോകുന്ന ഭാര്യയും എന്നൊക്കെ പറഞ്ഞാണ് രേവതിയെ നമ്മുടെ ഈ സ്വീകരണത്തിൽ പുകഴ്ത്തുന്നത്. അതുമാത്രമല്ല, രേവതിയെ പോലുള്ള ഭാര്യമാരെ ബാക്കിയുള്ള സ്ത്രീകളും മാതൃകയാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്വീകരണം കൊടുക്കാനുള്ള കാരണത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ചെമ്പനീർ പൂവിൽ വന്നിരിക്കുന്നത് സച്ചിയുടെ കാറ് ട്രാഫിക് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണല്ലോ. സച്ചി പോലീസ് സ്റ്റേഷനിൽ പോയി കരഞ്ഞു പറഞ്ഞിട്ടും ഒരാൾ പോലും സച്ചിയുടെ സത്യസന്ധത വിശ്വസിക്കുന്നില്ല. സച്ചി പറയുന്നുണ്ട്, സർ നിങ്ങൾ ഞങ്ങളെ ഒന്ന് ഊതിപ്പിച്ച് നോക്കിയില്ലല്ലോ, ഊതിപ്പിച്ചാലും മനസ്സിലാവുമല്ലോ ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊക്കെയോ എന്ന് പറയുമ്പോഴേക്കും പോലീസുകാർ പറയുന്നുണ്ട്, എന്തിനാടാ നിന്നെ ഊതിപ്പിക്കുന്നത്, നിന്റെ വീഡിയോയിലെല്ലാം ഞങ്ങൾ വിശദമായിട്ട് കണ്ടതല്ലേ, നീ ഒരു കുപ്പിയെടുത്ത് അങ്ങനെ കമത്തുന്നത്, പിന്നെ നിന്നെ പ്രത്യേകിച്ച് ഊതിക്കേണ്ട കാര്യമുണ്ടോ, നിന്നെ ഊതിക്കേണ്ട ഒരു കാര്യവുമില്ല, നിന്റെ ലൈസൻസ് ഞങ്ങൾ കട്ട് ചെയ്യുവാണ്, നിനക്കിനി കാർ ഓടിക്കാനുള്ള ഒരു ഭാഗ്യം പോലും ഇനി ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ സച്ചിക്ക് കാറ് വിട്ട് നൽകാതെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പാവം സച്ചിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെ ആവട്ടെ നമ്മുടെ കുടുംബക്കാരും മൊത്തം എല്ലാവരും കൂടി വളഞ്ഞുകൂടി സച്ചിയെ ചീത്ത പറയുവാണ്. വീട്ടിലുള്ള ഒരാൾ പോലും സച്ചിയെ വിശ്വസിക്കുന്നില്ല കേട്ടോ. സച്ചി പറയുന്നുണ്ട്, സച്ചി ആദ്യം വീട്ടിൽ പോകുമ്പോൾ തന്നെ രവീന്ദ്രനോടാ പറയുന്നത്, അച്ഛാ ഇന്ന് എന്താ ഉണ്ടായെന്നറിയോ, എൻ്റെ കാറ് പോലീസുകാർ പിടിച്ചോണ്ടും പോയി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ കള്ളുകുടിയൻ്റെ കാറ് പോലീസുകാർ പിടിക്കാണ്ട് വേറെ ആര് പിടിച്ചോണ്ടും പോകൂടാന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, അച്ഛാ ഞാൻ കുടിച്ചിട്ടില്ല അച്ഛാ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ ഒന്നും കേൾക്കുന്നില്ല. രവീന്ദ്രൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ്. അപ്പോൾ സുധി അതിൻ്റെ ഇടയിൽ കയറി ഒരു ഗോൾ അടിക്കാൻ നോക്കുമ്പോഴേക്കും സച്ചി കയറി സുധിയെ ചീത്ത പറയുന്നുണ്ട്. കയറി ഇടിക്കാനൊക്കെ പോകുന്ന പോലെ ആകുമ്പോഴേക്കും രവീന്ദ്രൻ പിടിച്ച് സച്ചിയെ തള്ളി മാറ്റിയിട്ട് പറയും, കള്ളുകൂടിയാ മതിയടാ, ഇനി വീട്ടിലും കൂടി നിന്റെ റൗഡിത്തരം കാണിക്കല്ലേടാ എന്ന് പറഞ്ഞ് സച്ചി ഒറ്റ അടി അടിക്കാൻ പോവാണ്. പാവം സച്ചി അതോടുകൂടി തളർന്നു പോകുന്നുണ്ട്. കാരണം ഇത്രയും നാൾ സച്ചിയെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ആ വീട്ടിൽ ചേർത്ത് പിടിച്ചത് നമ്മുടെ രവീന്ദ്രൻ മാത്രമാണ്. ആ രവീന്ദ്രനും കൂടി തൻ്റെ സത്യസന്ധത മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് കണ്ടപ്പോൾ സച്ചി തകർന്നു പോയി. എല്ലാവരും കൂടി പിന്നെ സച്ചി അങ്ങോട്ട് ചീത്ത പറയുവാണ്. രവീന്ദ്രൻ തന്നെ പറയുന്നുണ്ട്, ഇത്രയും നാളും ബാക്കിയുള്ളവരോടൊക്കെ ഞാൻ നിന്നെപ്പറ്റി നല്ലത് മാത്രമേ പറയിപ്പിച്ചിട്ടുള്ളൂ. കാരണം നീ ഒരിക്കലും എൻ്റെ മുഖത്ത് കരിവാരി തേക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നീ എന്താണ് ഈ കാണിച്ചത്, ആ വീഡിയോ ഞങ്ങൾ കണ്ടതാണ്, നീ അത്രക്കും കള്ള് കുടിച്ചിട്ട് എങ്ങനെ തോന്നി സച്ചി, ഇത്ര നാൾ നീ രാത്രി മാത്രമല്ലേ കുടിക്കുന്നുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ നീ പകല് മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ തുടങ്ങിയോ, ആ വണ്ടിയിൽ കയറുന്ന യാത്രക്കാരെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഭയങ്കരമായിട്ട് ചീത്ത പറയുവാണ്. അതിൻ്റെ ഇടയിൽ ചന്ദ്രയാണെങ്കിൽ സച്ചിയെ പ്രാഗുവാണ് കേട്ടോ, നീ കാരണം ഞങ്ങൾക്കിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ഇനി വാതിൽ പൂട്ടി ഞങ്ങൾ അകത്ത് തന്നെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട് ചന്ദ്ര. എൻ്റെ വയറ്റിൽ തന്നെ നീ വന്ന് പിറന്നല്ലോടാ ദ്രോഹി എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പാവോട്ടോ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരും. അപ്പോൾ സച്ചി രേവതിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് തൻ്റെ സത്യസന്ധത പറയാൻ. രേവതിയാണെങ്കിൽ രേവതിയും സച്ചിയുടെ ഒരു വാക്ക് പോലും കേൾക്കുന്നില്ല. കാരണം അത് ഒറിജിനൽ പോലെയാണല്ലോ ആ വീട് ഇരിക്കുന്നത്. രേവതിയും കേൾക്കുന്നില്ല. സച്ചിയുടെ വാക്കൊക്കെ ആരും കേൾക്കാതാകുമ്പോൾ സച്ചി അങ്ങനെ നടന്നൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ടോ അച്ഛൻ്റെ നടത്തം കണ്ടില്ലേ, കുടിച്ചെങ്കിൽ ഞാനിങ്ങനെ നടക്കും, ഞാൻ ആടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് സച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മണവും വരുന്നില്ല എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ സുധി പക്ഷെ വിട്ടെടുക്കുന്നില്ല. അവൻ മണമില്ലാത്ത സാധനമായിരിക്കും അടിച്ചെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ വീണ്ടും ക്രൂശിക്കുവാണ്. പാവം സച്ചിയെ ആരും വിശ്വസിക്കുന്നില്ല. ഇറങ്ങിപ്പോടാ, നീ എന്നെ മേലെ അച്ഛാന്ന് വിളിക്കരുതെന്നൊക്കെ രവീന്ദ്രൻ ചീത്ത പറയുന്നുണ്ട് കേട്ടോ സച്ചിയെ. അങ്ങനെ സച്ചി അങ്ങനെ ഇരിക്കുമ്പോഴേക്കും രേവതി ഇങ്ങനെ പുറത്ത് പോവിക്കാൻ പോകുമ്പോഴേക്കും മഹേഷൊക്കെ പറയുന്നുണ്ട്, രേവതി നിനക്ക് തോന്നുന്നുണ്ടോ സച്ചി അങ്ങനെ കുടിക്കും എന്നൊക്കെ, സച്ചി ഒരിക്കലും രേവതി മേടിച്ചു കൊടുത്ത വണ്ടിയിൽ കള്ള് കുടിച്ച് ഒരിക്കലും ഓടിക്കില്ല രേവതി, അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അവൻ മദ്യപിക്കില്ല രേവതി, ഇതിൻ്റെ പുറകിൽ എന്തോ കള്ളത്തരുണ്ടെന്ന് പറയുമ്പോൾ രേവതിയും പറയും, എനിക്കറിയാം എൻ്റെ സച്ചിയേട്ടൻ ഞാൻ മേടിച്ച കാറിൽ ഒരിക്കലും കള്ള് കുടിച്ച് ഓടിക്കില്ല എന്ന്, പക്ഷേ ആ വീഡിയോ അത് നല്ല സച്ചിയേട്ടൻ ആ വീഡിയോയിൽ കുടിക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മഹേഷ് പറയും, എനിക്കറിയില്ല രേവതി, പക്ഷെ നീ ഒരിക്കലും സച്ചിയെ അവിശ്വസിക്കരുതെന്ന് മഹേഷ് പറയുന്നുണ്ട്. രേവതി അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മുടെ രേവതി സച്ചിയുടെ സത്യസന്ധത, ഈ വീഡിയോക്ക് പിന്നിലെ സത്യം അറിയാൻ രേവതി പുറപ്പെടുന്നത്. രേവതി എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ വിടുവാണ്. അതായത് രാവിലെയാണ് രേവതി പൂ കൊടുക്കാൻ പോകുന്നത്. ബാറ് പോലും തുറന്നിട്ടില്ല. രേവതി സ്കൂട്ടറൊക്കെ ഓടിച്ച് നേരെ ബാറിലോട്ട് പോവാണ്.
സച്ചിയുടെ വീഡിയോ വന്ന അതേ ബാറിലോട്ടാണ് രേവതി പോകുന്നത്. എന്നിട്ട് ബാറിൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. ബാറൊന്നും തുറന്നിട്ടില്ല. പക്ഷേ ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുന്നുണ്ട് കുപ്പി മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അവരൊക്കെ കമൻ്റ് അടിക്കുന്നുണ്ട് രേവതിയെ കണ്ടിട്ട്. കണ്ടോടാ, നമ്മൾ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും വന്ന് വെളുപ്പിനെ ക്യൂ നിൽക്കുക, അവളുടെ കൈ വിറക്കുന്നുണ്ടെന്ന് തോന്നുന്നു രാവിലെ തന്നെ ആയപ്പോൾ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശം കമൻസ് ഒക്കെ അടിക്കുന്നുണ്ട്. രേവതി ഒന്നും മൈൻഡ് ചെയ്യാതെ അവിടെ ഇരിക്കുവാണ്. അവസാനം അതിൻ്റെ ഓണറൊക്കെ വന്നിട്ട് മദ്യ ഷോപ്പ് തുറക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അകത്ത് കയറി ഇരിക്കുമ്പോഴേക്കും രേവതി അവിടെയുള്ള ആളോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ എനിക്കിതിൻ്റെ മാനേജറെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ അവിടെ ആയിരിക്കുന്ന മാനേജർ എന്ന് പറയുമ്പോൾ രേവതി അങ്ങോട്ട് പോയി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് രേവതി പറയും, സാർ എനിക്ക് 2 ദിവസം മുമ്പുള്ള ഒരു 12:30ക്കുള്ള വീഡിയോ കാണണമെന്ന് പറയുമ്പോൾ മാനേജർ ചോദിക്കും, അതെന്തിനാ മോളെ? അല്ല, എൻ്റെ സച്ചിയേട്ടൻ്റെ എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് മദ്യപിച്ചിട്ട് അതിപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിരിക്കുകയെന്ന് പറയുമ്പോൾ മാനേജർക്ക് കാര്യം മനസ്സിലാവേ. ഓ, അത് നിങ്ങളുടെ ഭർത്താവായിരുന്നു, അവൻ കാരണം ഞങ്ങളുടെ ബാറിന് കൂടി മോശപ്പേരാണെന്നൊക്കെ പറഞ്ഞ് മാനേജർ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, പ്ലീസ് സാർ എനിക്ക് അതൊന്ന് കാണിച്ചതാ, എനിക്ക് ആ വീഡിയോ വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നോക്കണം, എൻ്റെ സച്ചിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ മാനേജർ പറയും, പിന്നെ അവൻ ചെയ്യില്ല, അവൻ കാരണം എനിക്കിവിടെ 100 കൂട്ടം പണികളുണ്ട്, അതിൻ്റെ ഇടയിൽ CCTV ചെക്ക് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ രേവതി പറയും, പ്ലീസ് സാർ ഒരു പ്രാവശ്യം എൻ്റെ സച്ചിയേട്ടൻ അങ്ങനെ ചെയ്യില്ല, അതുമൂലം ഇപ്പോൾ ഞങ്ങളുടെ കുടുംബം മൊത്തം നാണക്കേടിലാണ്, സച്ചിയേട്ടൻ്റെ കാറ് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി, ഞങ്ങളുടെ വരുമാന മാർഗ്ഗം അതാണ്, അതും കൂടി ഇല്ലാതായ ഞങ്ങൾ എങ്ങനെ ജീവിക്കും സാർ, പ്ലീസ് സാർ ഒരു പ്രാവശ്യം എനിക്ക് ആ വീഡിയോ കാണിച്ചു തന്നാൽ മതി എന്ന് രേവതി അവിടെ പൊട്ടിക്കരഞ്ഞ് പറയുവാണേ. അപ്പോൾ മാനേജർ പറയും, കുട്ടിയുടെ മുഖം കണ്ടിട്ട് എനിക്ക് പാവം തോന്നുന്നു, ഞാൻ കുട്ടിയെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ CCTVയുടെ ഓപ്പറേറ്ററെ വിളിച്ചിട്ട് രേവതി അങ്ങോട്ടേക്ക് വിടുവാണേ. രേവതി എന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, എനിക്കൊരു ഉച്ചക്കത്തെ 12:30 സമയം തൊട്ടുള്ള വീഡിയോസ് ഒന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് പറയുമ്പോൾ അയാൾ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്ലേ ചെയ്ത് കാണിക്കുമ്പോൾ സച്ചി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതെ സച്ചിയേട്ടൻ നടന്നു വരുന്നുണ്ട്. എന്നിട്ട് സച്ചി അവിടെ ഇരുന്ന് കുപ്പിയൊക്കെ പൊട്ടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, അതെ അയാൾ കുപ്പിയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. നോക്കുമ്പോൾ സച്ചി കുപ്പി പൊട്ടിച്ച് ഗ്ലാസ്സിലൊഴിച്ച് വേറൊരാൾക്ക് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം അയാൾ പറയും, ചേച്ചി നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങളുടെ ഭർത്താവ് കുടിക്കുന്നൊന്നുമില്ല, അതെ ആ കുപ്പിയെടുത്ത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് വേറൊരാൾക്കാ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ രേവതി ഞെട്ടുവേ, ശരിയാ ഞാൻ എൻ്റെ സച്ചിയേട്ടനെ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ രേവതി ആ CCTV നോക്കുമ്പോൾ സൈഡിൽ ഒരാളിരുന്ന് വീഡിയോ പിടിക്കുന്നേ. അപ്പോൾ രേവതി പറയും, ചേട്ടാ അയാളെ ഒന്ന് സൂം ചെയ്ത് കാണിക്കൂ, ദേ അവിടെ ഒരാളിരുന്ന് വീഡിയോ പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പറയുവാണേ. അപ്പോൾ അയാൾ സൂം ചെയ്ത് നോക്കുമ്പോൾ ആരാ, നമ്മുടെ ആൻ്റണി. രേവതിക്ക് അപ്പം തന്നെ കാര്യം മനസ്സിലാവും, ഓ ഇത് ആൻ്റണി അല്ലേ, ഇവൻ ഞങ്ങളോടുള്ള പക വീട്ടിയതാ, ഇവനായി ഈ വീഡിയോയുടെ പിന്നിലെന്നൊക്കെ പറഞ്ഞ് രേവതി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് അവിടെ വെച്ചിട്ട്. എന്നിട്ട് പറയും, ചേട്ടാ ഞാൻ പറയുന്ന നമ്പറിലോട്ട് എനിക്ക് ഈ വീഡിയോസിൻ്റെ ക്ലിപ്സ് ഒന്ന് അയച്ചു തരണം ഫുള്ളായിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ അയാൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അത് വേറെ ആരുടെയും നമ്പറിലല്ല, ശ്രീകാന്തിൻ്റെ നമ്പറിലോട്ടാണ് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ രേവതിയും ശ്രീകാന്തും കൂടി നേരെ പോകുവാണ് സച്ചിയുടെ ഷെഡിലോട്ട്, കാറിൻ്റെ അവിടെ സച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ച് മഹേഷിനോടൊക്കെ ഇങ്ങനെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ ശ്രീകാന്ത് പറയും, ചേട്ടാ രേവതി ചേച്ചി ഇന്ന് സച്ചിയേട്ടനെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ സച്ചി പറയും, എന്ത് സന്തോഷം, എൻ്റെ ജീവിതത്തിൽ ഇനി എന്നും ദുഃഖമാടാന്നൊക്കെ പറയുമ്പോൾ ചേട്ടൻ നെട്ടു ഇന്ന് രേവതി ചേച്ചി എന്താ ചെയ്തതെന്ന്. രേവതി ചേച്ചി ഇന്ന് രാവിലെ ആ ബാറിൽ പോയിട്ട് ആ ക്ലിപ്സൊക്കെ എടുത്തു, അതിൽ സച്ചിയേട്ടൻ മദ്യപിച്ചിട്ടില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണാമെന്ന് പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവേ. സച്ചി നെട്ടു ഇങ്ങനെ, രേവതി നീ പോയോ? അപ്പോൾ പറയും, ആ പോയി സച്ചിയേട്ടാ. അപ്പോൾ മഹേഷൊക്കെ പറയും, കണ്ടോ രേവതിക്ക് എന്ത് സ്നേഹ സച്ചിനോട്, ഭർത്താവ് മദ്യപിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ രേവതി ചേച്ചി കാണിച്ചോണ്ട് വേറെ ഏതെങ്കിലും ഭാര്യമാർ ഇങ്ങനെ ചെയ്യുമോ? സച്ചി നിൻ്റെ ഭാഗ്യമാണ് രേവതി എന്നൊക്കെ പറയുമ്പോൾ രേവതി സച്ചിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. സച്ചിയേട്ടാ കുറച്ച് നേരത്തേക്കെങ്കിലും ഞാൻ സച്ചിയേട്ടനെ തെറ്റിദ്ധരിച്ചു, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എൻ്റെ സച്ചിയേട്ടനെ ഞാൻ അവിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് രേവതി ഭയങ്കരമായിട്ട് കരയും. അപ്പോൾ സച്ചി പറയും, നീ കരയേണ്ട രേവതി, വേറെ ഏതെങ്കിലും ഭാര്യമാരിങ്ങനെ ചെയ്യുമോ? നീ എനിക്ക് വേണ്ടി അവിടെ പോയി, അത് പെണ്ണായി നീ മദ്യഷോപ്പിലൊക്കെ പോയി എന്ന് പറയുമ്പോൾ നിനക്ക് എന്നോടുള്ള സ്നേഹം എനിക്ക് ഊഹിക്കാൻ രേവതി. ഞാൻ ഒരിക്കലും നിൻ്റെ കാറെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ദൈവമാണ്, അതൊരിക്കലും ഞാൻ മദ്യപിച്ച് തൊടില്ല രേവതി എന്നൊക്കെ പരസ്പരം രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ്. അപ്പോൾ ശ്രീകാന്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരെ എങ്ങനെയാണോ അവർ വീഡിയോ ഇട്ടത് അതിനൊരു റിയാക്ഷൻ വീഡിയോ എന്ന പോലെ ശ്രീകാന്തും പിടിക്കുവാണ്. അതിൽ സച്ചി നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുവടിൽ രേവതി പിടിച്ച ഈ ക്ലിപ്സും കൂടി അറ്റാച്ച് ചെയ്യുവാണ്. അതോടുകൂടി ആ വീഡിയോസും വൈറലാവുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി പിന്നെ റിയാക്ഷൻ വീഡിയോ, ഈ വീഡിയോ ഇട്ടതിനേക്കാളും കൂടുതൽ ഈ വീഡിയോസിന് വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കാണുന്നുണ്ട്, സച്ചി നിരപരാധിയാണെന്ന് തെളിയുന്നുണ്ട്. എന്നിട്ട് ഇവരെല്ലാവരും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ തന്നെ പോലീസുകാർ വരണം ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ മാന്യമായിട്ടാണ് സച്ചിയോട് പെരുമാറുന്നത്. എന്നിട്ട് പറയും, കുറച്ച് നേരത്തേക്ക് മറ്റേ ക്ലിപ്സ് കണ്ടപ്പോൾ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി,
നിങ്ങളിനി ഇതിൻ്റെ പുറകെ പോയി കൂടുതൽ വീഡിയോസൊന്നും ഞങ്ങളെ പോലീസുകാരെ മോശപ്പെടുത്തുന്ന രീതിയിലൊന്നും ഇടരുതെന്നൊക്കെ പറഞ്ഞ് സോറി പറയുവാണെങ്കിൽ പോലീസുകാർ. എന്നിട്ട് സച്ചിക്ക് കോഫി കൊടുക്കുന്നുണ്ട്, എന്നിട്ട് താക്കോലൊക്കെ കൊടുക്കുന്നുണ്ട്. സാർ ഞങ്ങളോട് ക്ഷമിക്കണമെന്നൊക്കെ സച്ചിയോട് സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവേ, കാരണം സച്ചിയുടെ നിരപരാധിത്വം തെളിഞ്ഞല്ലോ. രവീന്ദ്രൻ കാണുമ്പോൾ രവീന്ദ്രന് സന്തോഷവും അതേസമയം വിഷമവും ഉണ്ട്, തൻ്റെ മോനെ കുറച്ച് നേരത്തേക്കെങ്കിലും സംശയിച്ചല്ലോ എന്നോർത്ത്. അതോടൊപ്പം തന്നെ പോലീസുകാരൻ പറയുന്നുണ്ട്, സച്ചിയുടെ ഭാഗ്യമാണ് ഈ ഭാര്യ രേവതി എന്ന് പറയുന്നത്. കാരണം ഏതെങ്കിലും ഒരു പെണ്ണായ രേവതി രാവിലെ തന്നെ ബിവറേജസിൽ പോയിട്ട് ക്യൂ നിന്ന് തൻ്റെ ക്ലിപ്സൊക്കെ എടുത്തു എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് ഈ പോലീസ് സ്റ്റേഷനിൽ എന്തോരം കേസാണ് വരുന്നതെന്നറിയോ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങൾ ഭർത്താവ് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കി വൈറലായിട്ടും രേവതി അതൊന്നും വിശ്വസിക്കാതെ ഭർത്താവിൻ്റെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി നടന്നു. അത് തന്നെ വലിയൊരു കാര്യമല്ലേടോ, അഭിനന്ദിക്കേണ്ട കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി വല്ലാതെ പുകഴ്ത്തുവാണ്. അങ്ങനെ രേവതിയുടെ ഈ ധൈര്യവും സാമർത്ഥ്യവും ഒക്കെ നാട്ടിലെങ്ങും പാട്ടാവുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ പാർട്ടിക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ പാർട്ടിക്കാരൊക്കെ രേവതിയെ വിളിച്ചൊരു ഗംഭീര സ്വീകരണം കൊടുക്കുകയാണ്. രേവതിയെ ആദരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയും, ഈ രേവതിയെ പോലുള്ളവരെ നിങ്ങൾ ഓരോ സ്ത്രീകളും മാതൃകയാക്കണം, ഒരിക്കലും ധൈര്യം കൈവിടാൻ പാടില്ല. ഏതൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നാലും അത് സത്യം എന്താണെന്നറിയാതെ അതൊന്നും വിശ്വസിക്കരുത്. കുറേ ഫേക്സ് വീഡിയോസൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ കണ്ട് ഒരാളെ തെറ്റിദ്ധരിക്കാൻ നിൽക്കരുത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ സച്ചിയുടെ വീഡിയോ. ആ വീഡിയോ രേവതി ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും ആ വീഡിയോ തന്നെ സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുമായിരുന്നു. പക്ഷേ രേവതി അവൾ അതിസാമർത്ഥ്യവും ബുദ്ധിയോടും കൂടി തന്നെ അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞു ലോകത്തിന് മുന്നിൽ അറിയിച്ചു. പോലീസുകാർ പോലും സച്ചിയെ ആ വീഡിയോയുടെ സത്യാവസ്ഥ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിച്ചില്ല. പക്ഷേ അവൻ്റെ ഭാര്യ അവനെ തള്ളിപ്പറയാതെ അവൻ്റെ കൂടെ നിന്ന് ഇതിലെ സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രേവതിക്ക് പൂമാലയൊക്കെ ഇട്ട് സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിലെ വിശേഷങ്ങൾ. ഇതൊക്കെ കണ്ട് നമ്മുടെ ചന്ദ്രയും ശ്രുതിയൊക്കെ ഒന്ന് കണ്ടു തള്ളുന്നുണ്ടേ. കാരണം അവർക്കൊന്നും രേവതിയുടെ വളർച്ച ഇഷ്ടമല്ലല്ലോ. ഇപ്പോൾ രേവതിയും സച്ചിയൊക്കെ വൈറലായത് അവർക്കൊട്ടും പിടിച്ചിട്ടില്ല. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.